എന്നും ഒരുപോലെയുള്ള കടലക്കറി ഉണ്ടാക്കാതെ സ്ഥിരം ചേരുവകൾ വെച്ച് തന്നെ പക്ഷെ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് കടലക്കറി ഉണ്ടാക്കി നോക്കാം. കുക്കറിലോട്ട് കടലയും ഉരുളക്കിഴങ്ങും കുറച്ച് വെള്ളവും ഉപ്പും ഇട്ട് ഒരു 3 വിസിൽ വരെ ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ചട്ടിയിലോട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും 1/2 സ്പൂൺ പെരിഞ്ജീരകവും ഇട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആദ്യം. ഇനി ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു വലിയ തക്കാളിയുടെ പകുതിയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിൽ തക്കാളിയും ഉള്ളി സോഫ്റ്റ് ആകണം, തക്കാളി ഒന്ന് ഉടയണം, അത്രയേ വേണ്ടൂ. ഇനി ഈ തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ചൂട് മാറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ ഉള്ളിയും തക്കാളിയും വഴറ്റിയ അതേ ചട്ടിയിൽ 1 സ്പൂൺ വെളിച്ചെണ്ണയും ഒരല്പം കടുകും ഇട്ട് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അരച്ചു വെച്ചിരുന്ന ഒരു പേസ്റ്റും ആവശ്യത്തിനുള്ള വെള്ളം മിക്സിയുടെ ജാറ് കഴുകിയൊന്ന് ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഇതൊന്ന് തിളയ്ക്കണം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1/2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ മസാല ഓപ്ഷനിലാണ്. പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുക്കറിൽ വെന്തിരിക്കുന്ന കടലയും ഉരുളക്കിഴങ്ങും ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ച് കഴിയുമ്പോൾ എണ്ണ ഇതുപോലെ തെളിഞ്ഞ് കിട്ടും. ഇനി 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ കറി റെഡിയായി കഴിഞ്ഞു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.